അക്ഷരമുറ്റം 2024 ചരിത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ഒരേയൊരു ഒളിമ്പ്യൻ. ഉത്തരം ഫിലിപ്പ് നോയൽ ബേക്കർ. 24 മണിക്കൂറിനുള്ളിൽ 11 ലക്ഷത്തിലധികം വൃക്ഷത്തൈകൾ നട്ട് റെക്കോർഡ് സ്ഥാപിച്ച ഇന്ത്യൻ നഗരം. ഉത്തരം ഇൻഡോർ, മധ്യപ്രദേശ്. കിഴക്കൻ മേഖലയിലെ സംസ്ഥാനങ്ങളുടെ വികസനത്തിനായുള്ള പദ്ധതി. ഉത്തരം പൂർവോദയ പദ്ധതി. പദ്ധതിയിൽ ഉൾപ്പെട്ട സംസ്ഥാനങ്ങൾ ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്. 2024 ജൂലൈയിൽ നിപ വൈറസ് ബാധയെ തുടർന്ന് മരണം റിപ്പോർട്ട് ചെയ്ത ജില്ല. ഉത്തരം മലപ്പുറം. ലോകത്തിലെ ഏറ്റവും വലിയ കാർ മാർക്കറ്റ് നിലവിൽ വരുന്നത്. ഉത്തരം ദുബായ്. 2024 ജൂലൈ ബോളിവുഡ് താരം ഷാരൂഖ് ഖാന്റെ പേരിൽ സ്വർണ്ണ നാണയം പുറത്തിറക്കിയ രാജ്യം. ഉത്തരം ഫ്രാൻസ്. സ്വദേശി ദർശൻ പദ്ധതിയിൽ പുതുതായി ഉൾപ്പെടുത്തിയ കേരളത്തിലെ 4 വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ. ഉത്തരം വർക്കല, കുമരകം, ബേപ്പൂർ, തലശ്ശേരി. കുട്ടികൾക്ക് വേണ്ടിയുള്ള ദീർഘകാല സമ്പാദ്യം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി. ഉത്തരം NPS വാത്സല്യ പദ്ധതി. ഓണക്കാലത്ത് ഏറെ ആവശ്യക്കാരുള്ള ജമന്തി, മുല്ലപ്പൂ, ചെണ്ടുമല്ലി, വാടാമുല്ല എന്നിവ സംസ്ഥാനത്ത് കുറഞ്ഞത് 1000 ഏക്കറിലെങ്കിലും കൃഷി ചെയ്യുന്നതിനുള്ള കുടുംബശ്രീയുടെ പദ്ധതി. ഉത്തരം നിറപ്പൊലിമ 2024. ശനിയെക്കുറിച്ചും അതിൻ്റെ വളയങ്ങളെക്കുറിച്ചും പഠിക്കാനായി നാസ വിക്ഷേപിച്ച ദൗത്യം. ഉത്തരം കാസിനി. കേരള ഹിന്ദി പ്രചാരസഭയുടെ സാഹിത്യ കലാനിധി പുരസ്കാരം 2024 ലഭിച്ചത്. ഉത്തരം MT വാസുദേവൻ നായർ. കേരളത്തിൽ തുടർച്ചയായി മന്ത്രി പദവി വഹിച്ചതിൻ്റെ റെക്കോർഡ് നേടിയ മന്ത്രി. ഉത്തരം AK ശശീന്ദ്രൻ. 100-ലേറെ വർഷങ്ങൾക്കു ശേഷം പൊതുജനങ്ങൾക്ക് നീന്താനായി തുറന്നുകൊടുത്ത ഫ്രഞ്ച് നദി. ഉത്തരം സെൻ നദി. 2024 ജൂലൈ മാസത്തിലെ ആനുകൂലിക വിവരങ്ങളാണ് ഇനിയുള്ളത്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ഇന്ത്യയിൽ ആദ്യമായി മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം. ഉത്തരം കേരളം. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാൻ്റെ പേര്. ഉത്തരം നീലു. 2024 പാരീസ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് വേദിയാവുന്ന നദി. ഉത്തരം സെൻ നദി. 2024 പാരീസ് ഒളിമ്പിക്സിന് ശേഷം വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഹോക്കി താരം. ഉത്തരം PR ശ്രീജേഷ്. 2024 ജൂലൈ പുറത്തുവിട്ട ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ സ്ഥാനം. ഉത്തരം 82. 1ാം സ്ഥാനത്തുള്ള രാജ്യം. ഉത്തരം സിംഗപ്പൂർ. ഇന്ത്യയിലെ ആദ്യ മഴമാപിനി വെബ്സൈറ്റ് പുറത്തിറക്കിയ ജില്ല. ഉത്തരം വയനാട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റുകൾ അവതരിപ്പിച്ച കേന്ദ്ര ധനമന്ത്രി എന്ന ബഹുമതി സ്വന്തമാക്കിയതാര്? ഉത്തരം നിർമ്മല സീതാരാമൻ. വർദ്ധിച്ചു വരുന്ന
സൈബർ കേസുകളെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ? ഉത്തരം 1930. ഇന്ത്യയിലെ ഭൂമി സംബന്ധമായ എല്ലാ വിവരങ്ങളും ലഭ്യമാകുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഏകീകൃത പോർട്ടലിൻ്റെ പേര്? ഉത്തരം മാതൃഭൂമി. ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിൻ്റെ പുതിയ പരിശീലകൻ? മനോലോ മാർക്കോസ്. ദേശീയ പതാക ദിനം എന്നാണ്? ഉത്തരം ജൂലൈ 22. ഖാദർ കമ്മിറ്റി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം വിദ്യാഭ്യാസം. 2024 ജൂലൈ മികച്ച ശിശു സൗഹൃദ സേവനങ്ങൾക്ക് നൽകുന്ന ദേശീയ ഗുണനിലവാര അംഗീകാരമായ മുസ്കാൻ സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആശുപത്രികൾ? മാനന്തവാടി ജില്ലാ ആശുപത്രി വയനാട്, കോഴിക്കോട് മെഡിക്കൽ കോളേജ്, മാതൃശിശു സംരക്ഷണ കേന്ദ്രം. അടുത്തിടെ കതരഗാമ എസാല ഉത്സവം ആഘോഷിച്ച രാജ്യം? ഉത്തരം ശ്രീലങ്ക. കാർഗിൽ വിജയ് ദിവസ്? ഉത്തരം ജൂലൈ 26. റൊസാരിറ്റ എന്ന നോവലിൻ്റെ രചയിതാവ്? ഉത്തരം അനിത ദേശായി. 2024 ജൂലൈ ഏഷ്യൻ പാരാലിമ്പിക് കമ്മിറ്റി നിയമിച്ച ദക്ഷിണേന്ത്യയുടെ ഉപമേഖലാ പ്രതിനിധി? ഉത്തരം ദീപ മാലിക്. തദ്ദേശ വാർഡ് വിഭജനത്തിൻ്റെ വിവരശേഖരണത്തിനായി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ്റെ പേര്? ഉത്തരം ക്യൂഫീൽഡ്. ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യയുടെ ദേശീയ വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റ ചലച്ചിത്ര സംവിധായകൻ ആര്? ഉത്തരം TV ചന്ദ്രൻ. റുവാണ്ടയുടെ പ്രസിഡന്റായി 4ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം പോൾ കഗാമെ. 2024 പുറത്തുവന്ന റിപ്പോർട്ട് പ്രകാരം സമൂഹ മാധ്യമമായ എക്സിൽ 10 കോടിയിലധികം ഫോളോവേഴ്സുള്ള നേതാവ്? ഉത്തരം നരേന്ദ്രമോദി. ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ പ്രമേയം? ഉത്തരം വികസിത ഭാരതം. താങ്ക്സ് ഫോർ വാച്ചിങ്.